നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മൾ പൊതുവേ വാഹനം ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിലോ കാര്യങ്ങളൊക്കെ കൊണ്ടിടുന്ന സമയത്ത് നമുക്കറിയാം ബേർഡ് ഡ്രോപ്പിങ്സ് ഉണ്ടാകുന്നുണ്ട്. ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മുടെ വാഹനങ്ങളിൽ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത്. അത് പ്രത്യേകിച്ച് റെയിൽവേ സ്റ്റേഷൻ അങ്ങനെയൊക്കെ കൊണ്ടിടുന്ന സമയത്തൊക്കെയാണ് പൊതുവേ പലരും ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള. റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റോപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെയൊക്കെ വാഹനങ്ങൾ കൊണ്ട് പാർക്ക് ചെയ്യുമ്പോഴാണ് ഈ ഒരു പണി പലർക്കും കിട്ടിയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബേർഡ് ഡ്രോപ്പിങ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇത് ശരിക്കും കളയാൻ സാധിക്കും? ഇതുപോലൊരു ചോദ്യം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സഞ്ജയ് NC ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: 4 days ട്രിവാൻഡ്രം എയർപോർട്ടിൽ പാർക്ക് ചെയ്തിട്ട് പോയി. തിരിച്ചു വന്നപ്പോൾ കണ്ടത് പക്ഷികളെല്ലാം കൂടി കൂട്ടമായി തൂറി നശിപ്പിച്ച് വണ്ടിയാണ്. വണ്ടി കഴുകിയതിന് ശേഷം പലയിടത്തും ഗ്ലേസിംഗ് ഇല്ല. വാട്ടർമാർക്ക് പോലെ ഡ്രോപ്പിംഗ് മാർക്സ് കാണാം. വാട്ട് ടു ഡു? ഹൗ ടു റീസ്റ്റോർ? ക്ലിയർ കോട്ട്. ഓക്കെ, നല്ലൊരു ചോദ്യമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബേർഡ് ഡ്രോപ്പിങ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കെമിക്കലാണ്, നമുക്ക് തന്നെ അറിയാം. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ പെയിൻറ്റിൽ ഇരുന്ന് പോയി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. ഗ്ലാസ്സിലോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത്രയും പ്രശ്നം വരുന്നില്ല. പക്ഷേ പെയിൻറ്റിൽ എവിടെയെങ്കിലും ഇത് പറ്റിപ്പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന്, അതായത് ഇന്നിപ്പോൾ നമ്മൾ കണ്ടു, അല്ലെങ്കിൽ നമ്മളൊരു യാത്ര പോകുന്ന സമയത്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്, ഉടനെ തന്നെ നമുക്ക് കുറച്ച് വെള്ളം യൂസ് ചെയ്ത് വാഷ് ചെയ്ത് കളയാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ല. ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ഒരു ദിവസം ഇരുന്നു, അടുത്ത ദിവസം നമ്മളത് വാഷ് ചെയ്ത് കളഞ്ഞാൽ അത് പൊക്കോളും, കുഴപ്പമില്ല. ഒരു 3-4 ദിവസം ആകുമ്പോഴത്തേക്കാണ് ഈ ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഒരു 3 ദിവസമായൊരു കേസാണെങ്കിൽ നമ്മളത് കഴുകാൻ ശ്രമിക്കുക. ചിലത് സാധാരണ വെള്ളത്തിൽ കഴിയാൽ പോകത്തില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ സോഡ, അതായത് നമ്മുടെ സാധാരണ സോഡ, ക്ലബ് സോഡ, അങ്ങനത്തെ സോഡയൊക്കെ മേടിക്കാൻ കിട്ടും. ആ സോഡ യൂസ് ചെയ്ത് നമുക്ക് ക്ലീൻ ചെയ്യാൻ സാധിക്കും. അതായത് ഈ സോഡ കുറച്ച് അതിൻ്റെ പുറത്തൊഴിച്ച് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും തൂത്ത് കളഞ്ഞാൽ ഒരുവിധം നല്ല വൃത്തിയായിട്ട് തന്നെ അത് പോകുന്നതായിരിക്കും. വലിയ പ്രശ്നം വരുന്നില്ല. ഞാൻ പറയുന്നത് സാധാരണ വെള്ളത്തിൽ പോയില്ലെങ്കിൽ. രണ്ടാമത്തെ കാര്യം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ WD-40. അതും ഒരു അടിപൊളി ഐറ്റമാണ്. WD-40 പതുക്കെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ്, 2 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്കും തൂത്തെടുത്ത് കഴിഞ്ഞാൽ ഫുള്ള് ക്ലീൻ ആയിക്കോളും. ഇനി ഇതിന് ശേഷം ഇതിൻ്റെ പുറത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ അതിൻ്റെ കോട്ടിങ് നഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വാക്സ്, അതായത് നമ്മുടെ സാധാരണ ബോഡി പോളിഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വാക്സ് കൊണ്ട് നമുക്കൊന്ന് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ഗ്ലേസിങ് തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ അത് നോർമൽ രീതിക്ക്, അതായത് വാഹനത്തിൻ്റെ ഒരുപാട് സ്ഥലത്ത് ഇതുപോലെ പെയിൻറ്റിൻ്റെ പോർഷൻസിലാണ് ഇങ്ങനെ കിടക്കുന്നതെങ്കിൽ അത് നീറ്റായില്ലെങ്കിൽ ഫുള്ളായിട്ടൊന്ന് ബോഡി പോളിഷിങ് ചെയ്താൽ നല്ലതാണ്. അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ. അതായത് ബോഡി പോളിഷിങ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു വാക്സ് കിറ്റ് മേടിക്കുക. ആ വാക്സ് നോർമലായിട്ട് വാഹനം നന്നായിട്ട് വാഷ് ചെയ്ത് തുടച്ചതിന് ശേഷം വാക്സ് അപ്ലൈ ചെയ്ത് റബ്ബ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ലൊരു ക്ലോത്തിന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ പോയ ഒരു ഗ്ലേസിങ് നമുക്ക് നീറ്റായിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് അറിയാൻ മേലാത്ത ആൾക്കാരാണെങ്കിലും ബേർഡ് ഡ്രോപ്പിങ്സ് എന്തെങ്കിലും നമ്മുടെ വാഹനത്തിൻ്റെ മേളിൽ വീണിട്ടുണ്ടെങ്കിൽ, അത് വാഹനത്തിൻ്റെ മേളിലോ സൈഡിലോ പെയിൻറ്റിൻ്റെ പോർഷനിൽ എവിടെയെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് ക്ലിയർ ചെയ്ത് കളയുന്നതാണ് നല്ലത്. കാരണം അത് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ അത് ബുദ്ധിമുട്ടാകുന്ന ഒരു കേസാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ആരും മറക്കാതെ ഉറപ്പായിട്ടും ചെയ്യേണ്ടതാണ്.